ഒരു സാധാരണക്കാരനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വിചാരിക്കുക, അദ്ദേഹത്തിന് ഒരു സെലിബ്രിറ്റിനേക്കാളും ഭംഗിയുള്ള റിസൾട്ട് കിട്ടുമോ? കിട്ടുമെന്ന് ഞാൻ ഇപ്പോൾ തെളിയിച്ചു തരാം വിത്ത് പ്രൂഫ്. ഈ വീഡിയോ നിങ്ങൾ എൻഡ് വരെ കാണുക. ഓക്കെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൻസൂർ സീരീസിൻ്റെ റിസൾട്ട് നമ്പർ 14. ഇദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ്. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നു അവസ്ഥ. അതായത് ഫ്രണ്ട് ഹെയർ ലൈനിൽ നല്ല രീതിയിൽ കഷണ്ടിയുണ്ട്, ക്രൗൺ ഏരിയ റൗണ്ട് പോലെ കഷണ്ടി വന്നിട്ടുണ്ട്. ഇച്ചിരി സിൽക്കി ഹെയർ ആണ്, ഇച്ചിരി ലെങ്തായിട്ട് വളരുന്ന ഒരു ഹെയർ ആണ്. ഞാനിവിടെ സംസാരിക്കാവുന്ന ഒരു വിഷയം, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയുടെ ഡോണർ ഏരിയ അത് ആര് ചെയ്യുന്നു, അത് എങ്ങനെയൊക്കെ ചെയ്യുന്നു, ഏത് ക്ലിനിക്കിൽ ചെയ്യുന്നു, ഏത് മെത്തേഡിൽ ചെയ്യുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഈ ചെയ്യുന്ന വ്യക്തിയുടെ ജോലി എന്താണ്, അദ്ദേഹത്തിൻ്റെ കളർ എന്താണ്, അദ്ദേഹത്തിൻ്റെ ജാതി എന്താണ്, മതം, ഇതൊന്നും അല്ല പ്രശ്നം. അപ്പം പല ക്ലിനിക്കുകളും തെറ്റിദ്ധരിപ്പിക്കും, സെലിബ്രിറ്റി ചെയ്ത് അവിടെ റിസൾട്ട് കിട്ടും, ബാക്കി ആൾക്കാർ റിസൾട്ട് കിട്ടില്ല. ഇതൊക്കെ വെറുതെ ഇല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ മാർക്കറ്റിൽ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് കാണിക്കുക, ഇദ്ദേഹം വെറും ഒരു മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, സെലിബ്രിറ്റി അല്ല, ഒരു സാധാരണക്കാരനാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനാണ്, മാർക്കറ്റിംഗ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പാട് നിങ്ങൾ ഞെട്ടിപ്പോവും, അദ്ദേഹം ഒരു മോഡലിനേക്കാളും ഭംഗിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതുമല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹെയർ ലെങ്തായിട്ട് വളർത്തിയിട്ടുണ്ട്. വെറും 1.5 വർഷം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ആയിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ സബ്ജക്റ്റ്. ആൻഡ് ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഹെയർ ലൈനും ആൻഡ് ക്രൗൺ ഏരിയ ആണ്. ബാക്കി ഏരിയ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഗ്രാഫ്റ്റ് എടുത്തിട്ട് അത്ര മാത്രം ഏരിയ ഫില്ല് ചെയ്താൽ മതി. ഓവറായിട്ട് കൂടുതലായിട്ട് ചെയ്യരുത്. ചില ക്ലിനിക്കുകളും ചെയ്യുന്നത്, പ്രത്യേകിച്ചിട്ടും ഈ 10 രൂപ 5 രൂപ പെർ ഗ്രാഫ്റ്റ് നിന്ന് ചെയ്യുമ്പോൾ അവർക്ക് ടാർഗറ്റാണ്. അവർ 2000 ഗ്രാഫ്റ്റ് റിക്വയർമെൻറ്റിലെ ഏരിയയിൽ 3000 4000 വെക്കും, വെറുതെ അങ്ങ് വെച്ച് കളയും. അപ്പോൾ അവർക്ക് ഇൻറ്റു 10 നിലമ്പോൾ ആ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറേ, നമുക്ക് നഷ്ടമാണ്. എപ്പോഴും ഗ്രാഫ്റ്റ് എത്ര വേണം അത്രേ യൂസ് ചെയ്യുക. എന്തുകൊണ്ട് ഇത് പറയുന്നു പറഞ്ഞാൽ, ഒരു ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലും ക്രൗണിലും മാത്രമേ കഷണ്ട്, മിഡിലൊക്കെ മുടിയുണ്ട്. ഈ മിഡിലിൽ മുടിയുള്ള മുടികൾ ഭാവിയിൽ ഇത് പോകില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് കഷണ്ടിൻ്റെ ഭാഗമായി അത് ഭാവിയിൽ പോവാം. ആ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയയിലും മുടി ബാക്കി വേണം അവിടെ ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് തലയിൽ ബാക്കി വെച്ചിട്ട് വേണം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. അതൊരു ഡോക്ടർമാരുടെ സ്കില്ലാണ്. എന്നെ ഒരു വർഷമാകുമ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. സത്യമായിട്ട് എനിക്ക് റിസൾട്ട് വന്നു 1 ഇയർ ആയിന്ന്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ആദ്യം കാണിക്കാം. ഇപ്പോൾ സർജറി ചെയ്ത് 1.5 വർഷമായി. എന്നാലും ഫസ്റ്റ് ഞാൻ ആ 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് കാണിക്കാം. നോക്കി, നല്ല ഡെൻസിറ്റിയിൽ മുടി വളർന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഹെയർ വളർത്തുകയാണ്, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് എടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രോബ്ലമില്ല, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വളർത്താതിരിക്കുക, അത് നിങ്ങളുടെ താല്പര്യം. ട്രിം ചെയ്യുക, ഷേവ് ചെയ്യുക, കട്ട് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനിയാണ് ഞാൻ നിങ്ങൾ ഞെട്ടിക്കാൻ പോകുന്നത്. ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 1 വർഷവും 5 മാസവും കംപ്ലീറ്റ് ചെയ്യുന്നു. 1.5 വർഷത്തിനടുത്താണ്. 1.5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഫോർ ഫോട്ടോ ഞാൻ കാണിച്ചു. ഇതാണ് ബിഫോർ ഫോട്ടോ, ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. സീ ദിസ്. ഒരു കാണുമ്പോൾ നിങ്ങൾക്കൊരു മോഡലാണോ ഇദ്ദേഹം ചിന്തിക്കുന്നില്ലേ? ഒരു ഭയങ്കര വെറൈറ്റി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു ക്രേസുള്ളൊരു മനുഷ്യനാണ്. സീ ദ ഫോട്ടോസ്, 1.5 ഫോട്ടോ എന്ന് പറയാം. ആൻഡ് അതിന് അത്ഭുതം ഞാൻ പറയട്ടെ, ക്രൗൺ ഏരിയ നമ്മൾ പറയാറുണ്ട്, പല ആൾക്കാരും പറയാറുണ്ട് ക്രൗൺ ഏരിയയിൽ സർജറി ചെയ്ത റിസൾട്ട് വരില്ല, അങ്ങനെയാണ് ഇങ്ങനെ. ഒന്നുമില്ല. ക്രൗൺ ഏരിയയിൽ സർജറി ചെയ്ത റിസൾട്ട് ഇച്ചിരി സ്ലോ ആണ്. നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ സർക്കുലേഷൻ കൂടുതൽ, ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് വരും. ക്രൗൺ ഏരിയയിൽ ചിലപ്പോൾ 1.5 വർഷമോ 2 വർഷമോ എടുത്തേക്കാം. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ക്രൗൺ ആൻഡ് ഡോണർ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. സീ ദ ഹെയർ ഫുള്ള് ലെങ്ത്ത് വളർത്തിരിക്കുകയാണ്. അദ്ദേഹം കളറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല ആൾക്കും ചോദിക്കാറുണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കളർ ചെയ്യാൻ പറ്റുമോ, ഡൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ. കളർ ചെയ്യുന്നതിന് ഞാൻ സപ്പോർട്ടീവ് അല്ല. കളർ എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്, അതത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കും നിങ്ങളിഷ്ടം. പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല, ചെയ്യുന്നത് അത്ര നല്ലതല്ല. കളർ ചെയ്യുന്നതും സ്ട്രൈറ്റനിങ് ഇതൊക്കെ കെമിക്കൽസാണ് നമ്മൾ തലയിൽ നമ്മളെ മുടിയിൽ ഉപയോഗിക്കുന്നത്, അത്ര നല്ലതല്ല. ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് സംതിങ് വെറൈറ്റിയാണ് ഈ റിസൾട്ട്. ഈ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയിക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൻസൂൺ സീരീസിൽ ഞാൻ ചെയ്യുന്ന റിസൾട്ട്സ് അത് വേറെ ലെവൽ റിസൾട്ട്സ് ആയിരിക്കും. ഇതൊരു 14 റിസൾട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് 100 റിസൾട്ടാണ്. അതിനിടയിൽ കുറച്ച് വീഡിയോസ് കയറി വന്നതുകൊണ്ടാണ് ഇത്തിരി സ്ലോ ആയത്. കണ്ടിന്യൂസിനായിട്ട് റിസൾട്ട്സിന് വീഡിയോസ് വരുന്നുണ്ട്. 60 വയസ്സുള്ള ആളതും 70 വയസ്സുള്ള ആളുടെ റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഇതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അദ്ദേഹത്തിന് എക്സിസ്റ്റിംഗ് ഹെയറിന് വേണ്ടി മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു വിചാരിക്കുക, ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ആ ചെയ്ത ഏരിയയിൽ ഹെയർ എന്തായാലും വളരും. പക്ഷേ ബാക്കിയിലെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സോ അത് ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയും. ചില ആൾക്കാർ ചെയ്യേണ്ടി വരുന്നില്ല. ഹെയർ ഫോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഒരു ഡോക്ടർ
ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒരു മെഡിസിൻസ് ആവശ്യം വരുന്നില്ല. ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ സർജറി ചെയ്ത ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ട്രാൻസ്പ്ലാന്റേഷൻ ലൈഫിൽ 1 or 2 ടൈംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് മെത്തഡിൽ ചെയ്യണം. ഇത് ചെയ്തിരിക്കുന്നത് റിയൽ ടൈം സഫയറിലാണ്. സഫയറിൻ്റെ പ്രത്യേകത കണ്ടോ, ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ചെയ്ത സഫയറാണ്, ഹാർദിക് പാണ്ഡ്യ ചെയ്ത സഫയറാണ്, ഇവൻ സൽമാൻ ഖാൻ ചെയ്ത സഫയറാണ്. അതാണ് ആ ഒരു ഫിനിഷിങ്. അതായത് ഒരു സ്കിന്ന് പൊങ്ങി നിൽക്കുകയോ ഡോട്ട്സോ ഒന്നും ഉണ്ടാവില്ല. സർജറി ചെയ്തു എന്നൊരു ഫീലിംഗ് അടുത്തുനിന്ന് കണ്ടാൽ പോലും ഉണ്ടാവില്ല. അത്രയും ഫിനിഷിംഗ് ആണ്, പെട്ടെന്ന് ഹീലാവും സ്കിന്ന്. അത് ഞാൻ ജസ്റ്റ് ഒരു നാടൻ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ നോർമലി ഒരു ചിക്കൻ്റെ ഒരു പീസ് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. മൂർച്ചയില്ലാത്തൊരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഇതിൻ്റെ സ്കിന്ന് ബ്രേക്കായിട്ടാണ് കട്ടാവുന്നത്, ആണോ അല്ലയോ? അപ്പോൾ ടിഷ്യൂ ഡാമേജ് സംഭവിക്കുകയാണ് അവിടെ. സഫയർ എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പാണ്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒരു ചിക്കൻ്റെ പീസ് കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഷാർപ്പ് ഒറ്റ കട്ടാണ്. അപ്പോൾ ടിഷ്യൂ ഡാമേജ് കുറവാണ്, പെട്ടെന്ന് ഹീലായി കിട്ടും. ഇതാണ് ഇതിൻ്റെ ബിഹൈൻഡ് സയൻസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഏറ്റവും ഫിനിഷിങ്, ഇപ്പോൾ പെന്നാണെങ്കിലും നീഡിലാണെങ്കിലും എല്ലാം മേഡപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സഫയറിന് ഡയമണ്ട് അതൊരു സ്റ്റോണാണ്, സ്റ്റോണിൻ്റെ നീഡിലാണ് വരുന്നത്. സോ അതാണ് അത്രയും ഫിനിഷിങ് വരുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് ന്യൂ ഇൻഫോർമേറ്റീവ് വീഡിയോ വെരി സൂൺ. താങ്ക് യു വെരി മച്ച്. ബൈ.